കാലവർഷം എത്തുന്നതിനു മുൻപേ കനത്ത മഴയിൽ മുങ്ങി പറവൂർ നഗരം. പറവൂരിന്റെ ഹൃദയഭാഗമായ കച്ചേരി മൈതാനത്താണ് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് ജീവനക്കാരും യാത്രക്കാരും സഞ്ചരിക്കുന്ന ഈ പാതയുടെ ദുരവസ്ഥയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പറവൂരിലെ കച്ചേരി മൈതാനത്താണ് കാലവർഷം എത്തുന്നതിനു മുൻപേ കനത്ത മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. വർഷങ്ങളായി മഴക്കാലത്ത് തുടരുന്ന ദുരിതത്തിന് ഇക്കുറിയും മാറ്റമില്ല. പ്രവേശന കവാടത്തിലും ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തും കോടതികളുടെയും പഴയ സബ് ട്രഷറിയുടെയും മുൻപിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നു. മൈതാനിയുടെ മുൻഭാഗത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകൾക്ക് ഗ്രിപ്പ് കുറവായത് അപകടങ്ങൾക്കും വഴിവെക്കും. അനുദിനം ഒട്ടേറെ ആളുകളാണ് ഇവിടുത്തെ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ടൂറിസം വകുപ്പ് 1.25 കോടി മുടക്കി നവീകരിച്ച മൈതാനമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇപ്പോ ഈ വർഷം ആദ്യത്തെ ഒരു ദിവസത്തെ ഒരൊറ്റ മഴയ്ക്ക് ഉണ്ടായ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് ഈ ഫണ്ടുകൾ ചെലവഴിക്കുന്നു എന്നല്ലാതെ നാടിനും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത രീതിയിലുള്ള ചെലവഴിക്കലുകളും പദ്ധതി പാസാക്കലുമാണ് നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇത് നഗരസഭയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തക്കുറവാണ് ഈ കാണുന്നത്. 12ഓളം ഓഫീസുകൾ, കോടതി ഉൾപ്പെടെ 7ഓളം കോടതി ഉൾപ്പെടെ ഉള്ളൊരു സമുച്ചയമാണ് ഈ കച്ചേരി മൈതാനിയിൽ ഉള്ളത്. അവിടത്തേക്ക് ജനങ്ങൾ വരുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ല. അവർക്ക് നടന്നു പോകാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് ഇത്. വളരെ അധികാരപ്പെട്ട ആളുകളുടെ, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.